നിങ്ങൾ എന്തിനാ എന്റെ മോനെ വഴക്ക് പറഞ്ഞേ? അവ എന്ത് തെറ്റാ ചെയ്തേ? അനു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ചേട്ടൻ ബോൾ കളിച്ച് ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു. ഇല്ല അമ്മേ, അവൾ എന്താ പഠിക്കുന്നതെന്ന് നോക്കാനാ ഞാൻ വന്നത്. ഇവരാണെങ്കി എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞ് വഴക്ക് പറയുക. എന്താ വസു, കൊച്ചുകുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? ഇല്ല മുത്തശ്ശി, ചേട്ടൻ അനുവിനെ ഡിസ്റ്റർബ് ചെയ്തത്. കുറ്റപ്പെടുത്തിയത് മതി ഉണ്ണി. വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട് കുറച്ചുകൂടി നന്നായി പെരുമാറ്. ഞങ്ങള് കുഗ്രാമത്തിൽ നിന്ന് വന്നവരല്ലേ. ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊന്നും ശീലമില്ല വല്യമ്മേ. ഞങ്ങളെ കാണുന്നത് തന്നെ എല്ലാവർക്കും വെറുപ്പാ. എന്തിനാ വസുവേട്ടത്തി ചേച്ചിയോട് ഇങ്ങനെ പെരുമാറുന്നേ? പാവത്തിന് ഹേർട്ട് ആവില്ലേ? അത് തെറ്റല്ലേ? ദമയന്തിയോട് വഴക്കുണ്ടാക്കരുതെന്ന് അഭി പറഞ്ഞതല്ലേ വസു? നിന്നോടും പറഞ്ഞതല്ലേ ഉണ്ണി? പിന്നെന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഞങ്ങള് വഴക്കൊന്നും കൂടിയില്ല മുത്തശ്ശി. ചേട്ടന് ഒന്ന് നിർത്ത്. ഇനി ഇങ്ങനൊന്നും സംഭവിക്കരുത്. എന്താ അമ്മേ? ആ, നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയും അവരുടെ മോനും എന്നെയും എന്റെ മോനെയും ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരുവാ. അവരങ്ങനെയൊന്നുള്ളവരല്ല ദമയന്തി. എന്റെ മോൻ കിട്ടുവിനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിരിക്കുവാ. ഇവന് പഠിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാ. നാട് വിട്ടു വന്നിരിക്കുവല്ലേ, അതുകൊണ്ട് തന്നെ പഠിത്തം പകുതി നിന്നുപോയി. ഒരിക്കലും നിന്നു പോവില്ല. സ്കൂളിൽ കിട്ടുവിന്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ദമയന്തി. നാളെ മുതൽ അവന് സ്കൂളിലേക്ക് പോവാം. സത്യമാണോ ചേട്ടാ? കിട്ടുവിനെ സ്കൂളിൽ ചേർക്കാൻ പോവാണോ? ഡാ കിട്ടു, ചേട്ടനോട് താങ്ക്സ് പറയടാ. ആ, താങ്ക്സ്. നിങ്ങൾ എന്റെ സ്വന്തം ചേട്ടനായതുകൊണ്ടാ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയത്. ചേച്ചി പുറത്തുനിന്ന് വന്നവളല്ലേ, എന്റെ കഷ്ടപ്പാടൊക്കെ അവരെങ്ങനെ അറിയാനാ? അങ്ങനെയൊന്നും ഇല്ല ദമയന്തി, അവരെല്ലാവരെയും മനസ്സിലാക്കും. അതെ ചേട്ടാ, ഞാൻ കുഗ്രാമത്തിലുള്ളവള്, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. എന്തായാലും ഈ ചേച്ചിയുടെ ഭാഗ്യവും ഉണ്ണിയുടെ ഭാഗ്യവും എനിക്കും എന്റെ കൊച്ചിനും ഉണ്ടാവുമോ? എല്ലാത്തിനും തലവരെന്നൊന്നുണ്ടാവണം. ദമയന്തി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? ഭക്ഷണമൊക്കെ ആയോ ഭാവനെ? ആയി ഏട്ടാ. എന്നാ ദമയന്തിക്ക് കിട്ടുവിന് ഭക്ഷണം കൊടുക്ക്. ചെല്ലു ദമയന്തി, പോയി കഴിക്ക്. വാട കിട്ടു, പോയി കഴിക്കാം. ആ, നടക്ക്. ഇനി നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കരുത്. വസുവേട്ടത്തിക്ക് ദമയന്തി ചേച്ചി എനിക്ക് പകരം നല്ല പണി കൊടുക്കുന്നുണ്ട്. ഈ ദമയന്തി ആരോട് വേണമെങ്കിലും വഴക്ക് കൂടട്ടെ, എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാ മതിയായിരുന്നു. നേരെ ഇരുന്ന് കഴിക്കുമോനെ. ഞങ്ങള് കുഗ്രാമത്തിൽ നിന്ന് വന്നവരല്ലേ ചേച്ചി. ഞങ്ങളെ വീട്ടിൽ ഇതേപോലെ മേശയും കസേരയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വസു എന്ത് പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദമയന്തി? ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് തെറ്റായിട്ടേ കാണും. വാസു ചേച്ചിക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഓരോ കാര്യത്തിനും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നേ. ഇവളുടെ വായിലിടത് കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കഴിച്ചെണീച്ചിട്ട് പോകാം.
കിട്ടുവിന്റെ ടേബിൾ മാനേഴ്സ് അറിയില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? എന്തിനാ ദേഷ്യത്തെ പറയുന്നേ? ബസ് എടുത്ത് ദേഷ്യത്തോടല്ലോ പറഞ്ഞത്. നീ എന്തിനാ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നേ? അവര് സമാധാനമായിട്ട് എല്ലാം പഠിച്ചോളും വസു, നീ ഒന്നും പറയണ്ട. അവര് അഭിയേട്ടന്റെ ഭാര്യയല്ലേ വല്യമ്മേ. ഭാഗ്യമുള്ളത് കൊണ്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാ. വലിയ കൊച്ചമ്മയാവാൻ നോക്കുക. ബസ് എടുത്ത് അങ്ങനെയൊന്നും അല്ല ചേച്ചി, വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. ഞാനെന്തിനാ വെറുതെ പറയുന്നേ? മനസ്സിന് വിഷമം തോന്നിയപ്പോ പറഞ്ഞു പോയതാ. അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ശരി, അതൊക്കെ വിട്, സമാധാനമായിട്ട് കഴിക്ക്. എടാ കിട്ടു, മര്യാദയ്ക്ക് നേരെ ഇരിക്ക്. കിട്ടു, വല്യമ്മ പറയുന്നത് അനുസരിക്കണോ? ആ അല്ലെങ്കിലേ നമുക്കിവിടെ നിക്കാൻ പറ്റില്ല. ആ അഭിയും ഭാസ്കറിനെ വിളിക്ക് വസു. ഓഫീസിൽ നിന്ന് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ അമ്മേ. അവര് ഫ്രഷ് ആയിട്ട് വരും. ഇനി 15 ദിവസം കഴിയുമ്പോൾ എന്റെയും രാജയുടെ കല്യാണം നടക്കും. അതിനുശേഷം 1 വർഷം കൊണ്ട് ഒരു കുട്ടി ചന്ദ്രശേഖർ ജനിക്കും. അതിനടുത്ത വർഷം ഒരു കുട്ടി സുമംഗല ജനിക്കും. നമ്മൾ 2, നമുക്ക് 2. അമ്മേ, പേപ്പറിൽ എഴുതുമ്പോ തന്നെ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതെന്റെ തലയിലെഴുത്തായിട്ട് മാറിയാൽ എത്ര നന്നായിരിക്കും. ആന്റി എന്തായി ചെയ്യുന്നേ? എന്റെ ദൈവമേ, ഇവളീ പേപ്പർ കണ്ടു കഴിഞ്ഞാ എന്റെ രാജയെ പറ്റി അറിയല്ലോ. എന്റെ രാജയെ പോലീസിൽ ഏൽപ്പിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്താ ആന്റി ഇത്? ഇവള് മനസ്സിലാക്കി ഇനി പവനെയും കാണിക്കും. ആ പേപ്പറിൽ എന്താ ഉള്ളത് കാർത്തിക? നീ തന്നെ നോക്ക്. അയ്യോ, ഇവനും മനസ്സിലായി. ഇനിയിപ്പോ ഇതെങ്ങനെ മറയ്ക്കാൻ പറ്റും? എന്താ തളയത്? അത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവോ? അത് പിന്നെ കാർത്തികേ, ദിവസം കഴിയുന്നതോടെ നിങ്ങളുടെ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കാം. ഇത് ഭ്രാന്തൊന്നുമല്ല അഖിൽ, മുഴുവൻ വട്ടാണ്. ഈ കാര്യം അബേട്ടനെങ്ങാനും അറിഞ്ഞ എന്താവും അറിയോ? അഭിയേട്ടൻ പറയുന്നത് പോട്ടെ, അമ്മ അറിഞ്ഞ ആന്റിയുടെ അവസ്ഥ എന്താകും? നിങ്ങൾ രണ്ടുപേരോട് തൊഴുതു പറയാ, ദയവ് ചെയ്ത് ഈ കാര്യം ആരോടും പറയരുത്. പറയാതെ പിന്നെ എന്ത് ചെയ്യുന്നാ? ഇതെന്റെ ഭാവി കാര്യടാ. അതാണ് ഞങ്ങളുടെ പേടി. പോകെ പോകെ നിങ്ങൾ എന്താകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കും. സന്തോഷത്തോടെയും ആനന്ദത്തോടെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്റെ വേദന നിനക്ക് എങ്ങനെ അറിയാം? ആരും അത് മനസ്സിലാക്കുന്നില്ല. ആരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? നല്ലോണം ആലോചിച്ചിട്ടാ ഞാനിങ്ങനെ ചെയ്തേ. നിങ്ങൾ എന്താ ആലോചിച്ചുന്നാ? അതിനു വേണ്ടി ഈ പേപ്പറിനകത്ത് എന്താ ഉള്ളത്? അങ്ങനെ ആലോചിച്ച് നിങ്ങൾ എന്താ എഴുതിയേ? ഏതോ കോഴി ചിക്കിയതുപോലെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ട്. ഈ രാജയെ രക്ഷപ്പെടുത്തി. നിങ്ങൾ ഇതിൽ എന്താ എഴുതിയത് പറയൂ വേഗം. ശ്രീരാമജയൻ എഴുതിയതാണ്. വെള്ളത്തിൽ വീണത് കൊണ്ട് ഇതൊക്കെ മാഞ്ഞു പോയതാ. ആ, നിങ്ങള് ശ്രീരാമജയ എഴുതിയെന്നോ?
വേറെ എന്തോന്നാ വിചാരിച്ചേ? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എന്ത് തള്ളയാണോ ഇത്? അമ്മേ, പാചകം ചെയ്തതുകൊണ്ട് ശരീരമൊക്കെ വേദനിക്കുന്നു. മെത്തേൽ ഇങ്ങനെ കുറുകെ കിടന്ന എങ്ങനെയാ കുഞ്ഞമ്മേ? ഒന്ന് എണീറ്റേ. എണീക്കാൻ. എന്റെ മെത്ത എന്റെ ഇഷ്ടം. കുറുകയും കിടക്കും നേരെയും കിടക്കടി ഞാൻ. അത് ചോദിക്കാൻ നീ ആരാടി? ദാ നോക്ക്, മെത്ത മുഴുവൻ നിങ്ങൾ തന്നെ ആക്രമിച്ച് കിടന്നാലേ ഞാനും എന്റെ മോനും പിന്നെ എവിടെ പോയി കിടക്കാനാ? ഇത്രയും വലിയ വീട്ടില് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിടക്കാൻ സ്ഥലമില്ലേ? പോയി ഹാളിലെങ്ങനെ കിടക്കടി. ആ, ഈ മുറി ഉള്ളപ്പോ ഹാളിൽ പോയി കിടക്കേണ്ട കാര്യം എന്താ ഞങ്ങക്ക്? ഇതെന്റെ മുറിയാ. അത് കൊള്ളാലോ, നിങ്ങൾ ഒരാൾക്ക് ഇത്രയും വലിയ മുറിയാ. ഇങ്ങോട്ട് എണീറ്റ് വാന്നേ. ഇങ്ങോട്ട് വരാ. പോയാ മൂലക്ക് എങ്ങാനും കിടക്ക്. എന്ത് ധൈര്യടി നിനക്ക്? ഉറങ്ങാൻ കിടന്നവരെ എഴുന്നേപ്പിച്ച് വിടുന്നോടി. നിന്നെ ഞാനുണ്ട്. എന്റെ തലമുടി പിടിക്കുന്നോ? ഇളയമേ, ഇളയമേ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഈ അമ്മയും മോനും കൂടി ചേർന്ന് എന്നെ അടിക്കുന്നടാ. അവരെന്തിനാ ആന്റി നിങ്ങൾ അടിക്കുന്നേ? എന്താ നടന്നത്? ഇവരെന്റെ മുറി കയറി വന്ന് എന്നോട് ഇറങ്ങി പോവാൻ പറയാടി. ചേച്ചി, എന്താ ഉണ്ടായത്? കണ്ടില്ലേ അനിയ, എന്നോടും കിട്ടിനോടും വല്യമ്മ ഈ മുറി വന്ന് കിടക്കാനാ പറഞ്ഞേ. ഈ കുഞ്ഞമ്മ ഞങ്ങൾക്ക് സ്ഥലം തരാതെ മെത്തേലങ്ങനെ മലന്ന് കിടക്കുവാ. എടാ പാവം ചേച്ചി, അവർക്ക് കുറച്ച് സ്ഥലം കൊടുത്തൂടെ നിങ്ങൾക്ക്? മെത്തേൽ അവര് കിടന്നാ ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും? അല്ലെങ്കിൽ തന്നെ എന്റെ ദേഹം മുഴുവൻ വേദനിക്കുക. അങ്ങനെയാണെങ്കിലേ നിലത്ത് കിടന്നോ, വേദനയൊക്കെ പറന്നു പോവും. ഞാൻ നിലത്ത് കിടക്കണമെന്നോ? കേട്ടില്ലേ ഇവള് പറയുന്നത്? നിലത്ത് കിടന്നാൽ ഉറപ്പായിട്ടും ബോഡി പിന്നൊക്കെ കുറയുള്ളേമേ. ചേച്ചി നിങ്ങളുടെ നന്മ ഓർത്ത് പറഞ്ഞതാ. ഇത്രയും വർഷം ഞാൻ ബെഡിലാ കിടന്നെ, ഇപ്പൊ ഞാൻ നിലത്ത് കിടക്കണമെന്നോ? ഇത്രയും വർഷം മെത്തേല് സുഖമായിട്ട് കിടന്നുറങ്ങിയതല്ലേ, അതുകൊണ്ടാ ശരീരം ഇങ്ങനെ തടിച്ചു കൊഴുത്തു വന്നത്. ആരാടി തടിച്ചത്? നിങ്ങള് തന്നെ. ഇതാ നോക്ക്, ഇന്ന് മുതലേ നിലത്ത് കിടന്നോ, നന്നായി മെലിഞ്ഞോളൂ. ഞാൻ മെലിഞ്ഞാ നിനക്കെന്താ, തടിച്ചാ നിനക്കെന്താ? എന്തിനാ ആന്റി വഴക്കുണ്ടാക്കുന്നേ? 3 പേരും അഡ്ജസ്റ്റ് ചെയ്ത് ബെഡ് ഷെയർ ചെയ്തൂടെ? എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ ഒന്നും കിടക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, നിലത്ത് കിടന്നോ കുഞ്ഞമ്മേ. നിക്ക്, ഞാൻ പോയി ഏട്ടത്തോട് പറഞ്ഞിട്ട് വരാം. ആ ചെല്ല് ചെല്ല്. ഞാൻ പോയി വല്യമ്മയോട് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. വല്യമ്മയാ ഞങ്ങളോട് ഈ മുറി വന്ന് കിടക്കാൻ പറഞ്ഞേ. ഇത്രയും വർഷം ഇളയമ്മ തനിച്ചല്ലേ ഉറങ്ങിയത്? ഇപ്പൊ അവരുടെ കൂടെ കിടക്ക്. ഈ നേരത്തെ അമ്മയുടെ അടുത്ത് പോയാലുണ്ടല്ലോ, നല്ലോണം കിട്ടും ഇളയമ്മയ്ക്ക്. അതും ശരിയാ. ചേച്ചിക്ക് എന്നെക്കാൾ സ്നേഹം ഇവളോടാ. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് ചേച്ചി. ആ കിടന്നുറങ്ങ. ബൈ. ബൈ. കിടന്നു ചേച്ചി. കിട്ടു, നീ പോയി കിടക്കും മോനെ. ശരി അമ്മേ. ആ കിടന്നോ. ആ ആ ആ ആ ആ. കള്ളക്കഴുതകള് എന്റെ ബെഡങ്ങ് കയ്യേറി. എത്രയും പെട്ടെന്ന് ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കണം. ഇവനെ കിടന്നോ കിടന്നോ കിടന്നോ. അയ്യോ.
ഇവിടെ കുംഭകർണനെ പോലെ കൂർക്കം വലിക്കാണല്ലോ, ഒന്ന് നിർത്തടേ. അമ്മേ. ഉം. ഉം. ആ. എന്തു പറ്റി അമ്മേ? കാല് വേദനിക്കുന്നുണ്ടോ? അതെ അബി, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ വേദന വരാറുണ്ട്. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. വേണ്ട അബി, ഇനി ഒരു ദിവസം പോവാം. അമ്മേ, ഇപ്പൊ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നല്ലേ നല്ലത്. നീ ഓഫീസിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. അമ്മ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. കുറച്ചു നേരം കാലിങ്ങനെ ഞാൻ തന്നെ അമർത്തിയിട്ട് പോയി കിടന്നോളാം. പെയിൻ കില്ലർ ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ട്. ശരി അമ്മേ. അബി മോനെ, വേണ്ട മോനെ. ഒന്നും പറയണ്ട, ആ കാലി കൊണ്ട് കാണിക്കും. എന്താ ചെയ്യുന്നത് അബി? വേദന കുറയുന്നത് വരെ ഞാൻ ഈ കാല് അമർത്തി തരാം. വേണ്ട അബി, ഞാൻ തന്നെ അമർത്തിക്കൊള്ളാം. സാരമില്ല അമ്മേ. അബി എനിക്ക് ജനിച്ച കുട്ടിയല്ലെങ്കിലും വളരെ ശ്രദ്ധയോടെ എന്നെ നോക്കുന്നുണ്ട്. നിന്നെപ്പോലൊരു മകനെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഭാഗ്യം ചെയ്തിരിക്കണം. അമ്മേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ, ഓഫീസിൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ഓക്കെയാണ് അമ്മേ. നമുക്ക് ഗവൺമെന്റ് ഇവന്റ് കിട്ടിയിരിക്കുക. അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പേര് കിട്ടും. നീ നല്ലതുപോലെ ചെയ്യുമല്ലോ, നിനക്ക് പേരും കിട്ടും. ഞാനൊന്നും ചെയ്യുന്നില്ല അമ്മേ. ഈ ഈവന്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഖിലാണ് ചെയ്യുന്നത്. അഖില് ചെയ്തെന്നോ? അതെ അമ്മേ. അവൻ ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത് വസുന്ധരയാണ് അവനെ ആ ജോലി ഏൽപ്പിച്ചത്. വളരെ നന്നായിട്ട് അവനത് ചെയ്തേ. ഏട്ടൻ അമ്മയുടെ കാല് തിരുമ്മി കൊടുക്കുകയാണോ? ഞാൻ തിരുമ്മി കൊടുക്കാം, ഏട്ടൻ എവിടെ നിന്ന് മാറ്. എന്റെ അമ്മയുടെ കാല് ഞാൻ അമർത്തി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏട്ടൻ എന്തിനാ ഈ ജോലി ചെയ്യുന്നേ? അമ്മയെ ശുശ്രൂഷിക്കുന്ന ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല വസുന്ധരെ.
എന്നാൽ എനിക്കത് കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്തോളാം. ഈവൻസിന്റെ കാര്യങ്ങളൊക്കെ നീ അഖിലിനെ ഏൽപ്പിച്ചെന്ന് കേട്ടല്ലോ വസു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ചെറുപ്രായത്തിൽ അമ്മ ഞങ്ങളെ എങ്ങനെയാണോ നോക്കിയത്, ഇപ്പോൾ വസുന്ധരയും ഭാവനേട്ടത്തെയും അതുപോലെയാണ് അഖിലിനെ നോക്കുന്നത്. അവനെ ഒരു കൊച്ചു കുട്ടിയെ പോലെ നോക്കുന്നത്. എനിക്കവനെ ഈ രീതിയിൽ കാണാൻ കഴിയുന്നില്ല അബി. അവൻ വേഗം എഴുന്നേറ്റ് നടന്നാൽ നന്നായിരുന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അഖിൽ നടക്കുമെന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട.